ജംഷിനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജംഷി കാറിൻ്റെയും ബൈക്കിൻ്റെയും അല്ലേ 2 എണ്ണം അല്ലേ ലൈസൻസ് എടുക്കാൻ പറയണേ. അപ്പോൾ 2 എണ്ണത്തിനായിട്ട് നമ്മൾ പൈസയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ ഏകദേശം ജംഷി കുറച്ചൊക്കെ ഓടിക്കാൻ അറിയില്ലേ? കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഓടിക്കണം. അപ്പോൾ ജംഷി ഓടിച്ച് പഠിക്കുന്ന റോഡ് കൂടിയാണ് കേട്ടോ അത്. ഇതിൻ്റെ പിന്നാലെ ആ വണ്ടി വരുന്നുണ്ട്, പ്രതീക്ഷിക്കാണ്ട് വന്നാണ് ആ വണ്ടി. നമുക്ക് എന്തായാലും ഇവരുടെ അടുത്ത് ചോദിക്കാം ജംഷിനെ എങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുമെന്നുള്ള കേട്ടോ. എനിക്ക് അറിയുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, ഈ വണ്ടിയിലാണ് ജംഷി പഠിക്കാൻ പോകണം കേട്ടോ. പ്രസാട്ടാ എന്താണ് വിളിച്ചത്? റെഡി റെഡി. അപ്പോൾ ആ വണ്ടിയിലാണ് ജംഷി ഡ്രൈവിംഗ് പഠിക്കാൻ പോകണല്ലേ ജംഷി? 10ാം മാസമാണ്. അപ്പോൾ 10ാം മാസം പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും 10ാം മാസമാണ് ജംഷിക്ക് ഡേറ്റ്, അതായത് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഡേറ്റ് തന്നിട്ടുള്ളത് അല്ലേ? ടെസ്റ്റ് അപ്പോഴേക്കും ജംഷി പഠിക്കണം അല്ലേ? ഓക്കെ അല്ലേ? നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. വേണ്ട നല്ല ഭംഗിയാണ്. സാറാണ് പോയത് അല്ലേ? അപ്പം എന്താ പറയുക, എന്തായാലും പഠിക്കില്ലേ? അപ്പം നമ്മളുടെ എന്താ പറയുക, ഇന്നലെ ഉമ്മാനെ എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ജംഷി? നമ്മുടെ വീട്ടിൽ എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കൃഷിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അല്ലേ ജംഷി? നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒറീസ അവിടെ എവിടെയൊക്കെ നമ്മുടെ വ്ളോഗേഴ്സൊക്കെ പോയിട്ട് ഒരുപാട് വീഡിയോസ് ഇടും. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറച്ച് തൊട്ടടുത്ത് പോയാൽ നല്ല പച്ചക്കറി കൃഷി, നാടൻ കൃഷി അല്ലേ? അയ്യംകുളം എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഈ നാടൻ പച്ചക്കറികൾ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് അല്ലേ ജംഷി? അപ്പോൾ രാവിലെ ചന്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് കോഴിക്കോട് മലപ്പുറത്ത് നിന്നൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയി സെയിൽ ചെയ്യുന്നവരുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലേ ജംഷി? അപ്പോൾ എന്താ ചെക്കന്മാർ നല്ല സ്പീഡിലാണ് പോകണം കേട്ടോ.